എന്റെ അമ്മ ഇങ്ങനെ കടകടാന്ന് ചിരിക്കുന്നതിന് പേരിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? കപ്പയും ചിക്കനും തീറ്റേ. ഞങ്ങള് വിളിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. ഞങ്ങളെ അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നൈസായിട്ട് പോയി അയ്യോ കുളി ഞാൻ പോവാ. ഇവിടുന്ന് എന്റെ വീട്ടിലോട്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ പതുക്കെ വണ്ടിയെ പാട്ടൊക്കെ പാടി പതുക്കെ വീട്ടിലോട്ട് വിട്ടു. പോയ വഴിയിൽ നമുക്ക് പല പല കാഴ്ചകൾ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടുകാരുടെ ഫുട്ബോൾ കളി, അതുപോലെ തന്നെ അമ്പലത്തിലെ പടം, അങ്ങനെ കുഞ്ഞു യാത്രയ്ക്ക് ശേഷം ഞാൻ എന്റെ വീട്ടിലെത്തി കേട്ടോ. ഞാൻ തോന്നുന്നു ഇവിടെ ആരും ഇല്ല. നമുക്ക് എന്തായാലും അമ്മയെ വിളിച്ചു നോക്കാം. മതശ്രീ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും തിരിച്ച് വീട്ടിൽ പോകുന്ന പറഞ്ഞ് ഞാൻ അമ്മയെ പെട്ടെന്ന് വീട്ടിലെത്തി. ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ പുതിയ ഫോൺ അമ്മയെ കാണിക്കാൻ വേണ്ടിയാ. എങ്ങനെയുണ്ട്? എങ്ങനെ ഫോൺ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പറ, ഒറ്റ മൈൻഡ് പറയും. നല്ലോണം സൂപ്പർ സൂപ്പർ. ഈ കാണുന്ന സാധനമൊക്കെ നമ്മുടെ അമ്മ നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴും ആലോചിക്കുന്ന വീഡിയോ എടുക്കണമല്ലോ എന്ന്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അടുത്ത് നമുക്ക് നമ്മുടെ ആഗമനം ഉദ്ദേശിച്ച് സെർച്ച് ചെയ്യാം. കപ്പയും ചിക്കൻ ഒന്നും ഇല്ലല്ലേ അത് അപ്പുറത്താണ്. ഇവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട്. ചിക്കൻ കറി ഇവിടെ ഉണ്ട്, പിന്നെ ചോറ്, കപ്പയുണ്ട്. ഓക്കെ സെറ്റ്. ചിക്കൻ കറി വന്നിട്ടുണ്ട്, ചോറ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള എല്ലാ സാധനവും നമ്മുടെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ആയിരിപ്പുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അവൻ കഴിക്കുന്നതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു ഇതിനൊക്കെ കുറച്ച് ശാസ്ത്രീയ രീതി ഉണ്ടെന്ന്. ആദ്യമേ കുറച്ച് കപ്പ എടുക്കുക, എന്നിട്ട് കപ്പയും ചോറും കൂടെ കഴിക്കുക, എന്നിട്ട് അത് മാത്രമായിട്ട് എടുത്ത് ഒരു ഉരുളെടുത്ത് വായിലിട്ട് വെക്കുക. പൊളി സാധനം. അടുത്ത നമ്മൾ കുറച്ച് വെറൈറ്റി രീതി കഴിക്കണുണ്ടോ. കുറച്ച് കപ്പ എടുക്കുക, കുറച്ച് ചിക്കൻ എടുക്കുക, കുറച്ച് ചോറെടുക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. അന്തസ്. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ ചേട്ടനോട് എന്തോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ ഒരു തലതെറിച്ച കൂട്ടുകാരൻ പട്ടാളത്തിൽ നിന്നിട്ടുണ്ട്. അവനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ആദ്യം ചെന്ന് അവൻ്റെ വീട് ഫുള്ള് തപ്പിയിട്ട് അവനെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ കാഴ്ച ഞാൻ കാണുന്നത്. എന്താ ഇത്? എന്നാലും ഈ പൂക്കിക്ക് എങ്ങനെ ആയിരിക്കും പട്ടാളത്തിൽ ജോലി കിട്ടിയത്? അപ്പം വേറൊരു വീഡിയോ വരാം. ഓക്കെ ബൈ.